ഓക്കെ, പച്ചക്കറികളും പഴങ്ങളുമായിട്ടൊക്കെ നമ്മൾ സ്പൈറൽ എങ്ങനെയാണ് കമ്പാരിസൺ ചെയ്യുമ്പോൾ എന്തെല്ലാം ബെനിഫിറ്റ്സ് അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകണം. അപ്പൊ ആദ്യം തന്നെ പറയാം, ഏതാണ്ട് 70% പ്രോട്ടീൻ ഇതുണ്ട്. ഇനി നമ്മൾ ചിക്കൻ ബ്രസ്റ്റിലെ ഏറ്റവും കൂടുതൽ ചിക്കൻ ബ്രസ്റ്റിൽ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ ഒരു 30 മുതൽ 35% മാത്രമേ പ്രോട്ടീൻ അതിന് കിട്ടുന്നു. പക്ഷെ ഇവിടെ 70% പ്രോട്ടീൻ ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി സാൽമൺ ഫിഷ് കഴിക്കുകയാണെങ്കിൽ അവിടെ ഏതാണ്ട് 20 മുതൽ 25 മറിച്ച് നോക്കൂ, ഏതാണ്ട് 70% പ്രോട്ടീൻ ഇവിടെ ഉണ്ട്. ബ്രക്കോളി കഴിക്കുന്ന സമയത്ത് പ്രോട്ടീൻ ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഏതാണ്ട് 4 മുതൽ 5% വരെയാണ് അതിലടങ്ങിയിരിക്കുന്ന പ്രോട്ടീന്റെ അളവ്. സ്പിനച്ച് അല്ലെ, ചീര, പ്രോട്ടീനൊക്കെ ഉണ്ട്, പക്ഷെ 3 മുതൽ 4%. പക്ഷെ സ്പൈറലില് ഏതാണ്ട് 70% പ്രോട്ടീൻ കിട്ടുന്നുണ്ട്. അപ്പൊ നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ എവിടുന്ന് കിട്ടുന്നുണ്ട്? സ്പൈറലിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇനി അയൺ കണ്ടന്റ് അല്ലെ, ഞാൻ നേരത്തെ പറഞ്ഞു അയൺ കണ്ടന്റ് സ്പൈറലിൽ ഏതാണ്ട് 20 മുതൽ 30 mg നമുക്ക് 100 ഗ്രാമിൽ കിട്ടാറുണ്ട്. ഓക്കെ, ഇനി റെഡ് മീറ്റിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ആകെ നമുക്ക് 3 മുതൽ മാക്സിമം 5 വരെയാണ് ഇതിലടങ്ങിയിരിക്കുന്ന അയൺ കണ്ടന്റ്. ചീര പലപ്പോഴും പറയാറുണ്ട്, ചീരയും മുരിങ്ങയിലൊക്കെ ധാരാളം അയൺ കണ്ടന്റ് ഉണ്ടെന്ന് പറയാറുണ്ട്. 2 മുതൽ 3 mg ആണ് അതിലാകെ കിട്ടുന്ന 100 ഗ്രാം കഴിക്കുമ്പോൾ കിട്ടുന്നത്. പക്ഷെ ഇവിടെ നോക്കൂ, 20 മുതൽ 30 ഗ്രാം വരെ നമുക്ക് അയൺ കണ്ടന്റ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ ഇരിക്കുന്ന അനിമിക് ആയിട്ടിരിക്കുന്ന, അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇറഗുലർ പീരീഡ്സുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരോ സഹോദരിമാരോ ആയിരിക്കട്ടെ, അയണിന്റെ കുറവുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഹരിക്കാൻ ഒരു സ്പേസ് എന്താണ്? സ്പൈറൽ തന്നെയാണ്. 30 mg വരെ നമുക്ക് അയൺ ഇതിൽ കിട്ടുന്നുണ്ട്. ഇനി അടുത്ത ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ കാൽഷ്യം ഇതില് സ്പൈറലില് 100 മുതൽ 150 mg വരെ 100 ഗ്രാംസിൽ കിട്ടുന്നുണ്ട്. ഓക്കെ, പാലില് നമുക്ക് കിട്ടുന്നത് 100 മുതൽ 130 വരാറുണ്ട്. പക്ഷെ നമുക്ക് എത്ര ലിറ്റർ പാല് കുടിക്കാൻ പറ്റണം? അത്രയൊന്നും നമ്മൾ കുടിക്കാൻ കഴിയില്ല. ഇനി കാൽഷ്യത്തിലേക്ക്, ബ്രക്കോളിയിലേക്ക് പോകണമെങ്കിൽ 70 മുതൽ 80% ബ്രക്കോളിയിലുണ്ട്. ചീര 50 മുതൽ 60 ഉണ്ട്. സാൽമണിലാണെങ്കിൽ 30 വരെയാണ്. പക്ഷെ അപ്പോഴും ഏറ്റവും കൂടുതൽ കാൽഷ്യം ഉള്ളത് 100 മുതൽ 180 mg വരെ കാൽഷ്യം നമുക്ക്, അതായത് എന്നെ പോലെയും നമ്മുടെ ഈ ഫാമിലി മെമ്പേഴ്സിന് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള കാൽഷ്യം കിട്ടാൻ എവിടുന്നുണ്ട്? നമ്മുടെ സ്പൈറലില് കിട്ടുന്നുണ്ട്. ഇനി പലരും പറയാറുണ്ട് വൈറ്റമിൻ B12 ആ ഒരു കണ്ടന്റ് കൂടി നമുക്ക് ഇങ്ങനെ പോയി നോക്കാം. 20 മുതൽ 30 mg പറയും. അപ്പൊ ആ ഒരു എടുക്കുകയാണെങ്കിൽ വൈറ്റമിൻ B12 നമുക്ക് സ്പൈറലിൽ കിട്ടുന്നുണ്ട്. സാൽമണിലോ മറ്റേതിലേക്ക് പോകണമെങ്കിൽ 10 മുതൽ 15% മാക്സിമം. ചിക്കൻ ബ്രസ്റ്റിലേക്ക് പോകണമെങ്കിൽ വൈറ്റമിൻ B12 അതിൽ നേരിയ അളവിലുണ്ട് കേട്ടോ. ഏതാണ്ട് 5 മുതൽ 8% വരെ, അല്ലെങ്കിൽ mcg മാത്രമേ അതിലുള്ളൂ. ഇനി പാലിലേക്ക് പോകണമെങ്കിൽ ആകെ 2 to 5 ആണ് ഇതിൽ കാണിക്കുന്നത്. ബ്രക്കോളിയിലേക്ക് പോകണമെങ്കിൽ 1 mcg ആണ് ഇതിൽ വരുന്നത്. അപ്പൊ നോക്കൂ, വൈറ്റമിൻ B12 പോവുകയാണെങ്കിലും എന്ത് പറ്റുന്നു? നമ്മുടെ സ്പൈറലിൽ അടങ്ങിയിട്ടുണ്ട്. ഒമേഗ 3 ഫാറ്റി ആസിഡിലേക്ക് പോവുകയാണെങ്കിൽ, സാൽമൺ ഫിഷിലേക്ക് പോവുകയാണെങ്കിൽ 1 മുതൽ 2 ഗ്രാം വരെയാണ് അതിലുണ്ടാവുന്നത്. 100 ഗ്രാം എടുത്താൽ മാക്സിമം ഒമേഗ 3 ആയിരിക്കുന്ന 1 to 2 ആണ് കിട്ടുന്നത്. പക്ഷെ സ്പൈറലിലാണെങ്കിലോ അതിലും ഡബിൾ ആയിട്ട് കിട്ടുന്നു. ചിക്കൻ ബ്രസ്റ്റിലും ഡബിൾ ആണ്, സ്പൈറലിൽ ബ്രക്കോളിയിലും ഡബിൾ ആണ്, സ്പിനച്ചിലും ഡബിൾ ആണ്. ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി എടുക്കുകയാണെങ്കിൽ സ്പൈറലിൽ 250 തൊട്ട് 300 ORC യൂണിറ്റ് വരെ 100 ഗ്രാംസിൽ കിട്ടുകയാണെങ്കിൽ, ഇതില് സ്പിനച്ചിലൊക്കെ ഏതാണ്ട് 150, 200 വരെ മാക്സ്, 200 വരെ ഇല്ല, 200 വരെ എടുക്കാം. അങ്ങനെ നോക്കുമ്പോൾ ആന്റി ഓക്സിഡന്റ് കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിലേക്ക് സ്പൈറലിന ധാരാളമായിട്ട് നമുക്ക് തരുന്നുണ്ട്. ഇനി നമ്മൾ ഒന്ന് സമ്മറി ചെയ്യുകയാണെങ്കിൽ